അപ്പൊ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത് നമ്മളെ ചാപ്റ്റർ ഹെഡിങ് ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ്. സോ വി സ്റ്റഡീഡ് അബൌട്ട് ബോയിങ് ഫോഴ്സ് or buoyancy in a fluid. So what is meant by fluid? Fluids are the substance which can flow is called fluids. So gas and the liquid commonly known as fluid. മനസ്സിലായല്ലോ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഗ്യാസും ലിക്വിഡിനും കൂടെ ഫ്ലൂയിഡ് എന്നാ പറയാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്താ വെച്ചാൽ, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ബോയൻസി? ആർക്കെങ്കിലും ഒരാളൊന്ന് പറഞ്ഞാട്ടെ, വാട്ട് ഇസ് ബോയൻസി പറഞ്ഞാട്ടെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം. When a body is immersed completely or partially in a fluid, the fluid exerts an upward force on the body. This force is known as buoyancy. Very good. ഇനി എല്ലാവരും മൈക്ക് ഓഫ് ചെയ്തു. അപ്പൊ when a body is immersed completely or partially in a fluid, there exerts an upward force on the body. That is buoyancy. അല്ലേ? Or ഫോഴ്സ്. നമുക്ക് ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാവും മേലോട്ടേക്ക്, ബോഡീന്റെ മേലെ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന, അതിനാണ് ബോയിങ് ഫോഴ്സ് ഓർ ബോയിൻസി എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചത്. ഫസ്റ്റത്തെ ഫ്ലൂയിഡ് എന്താന്ന് പഠിച്ച്, പിന്നെ വാട്ട് ഇസ് മെന്റ് ബൈ ബോയിൻസി ഓർ ബോയിങ് ഫോഴ്സ് എന്ന് പഠിച്ച്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബോയിൻസി? അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബോയിൻസി ഇന്നത്തെ ക്ലാസ് നമ്മളിപ്പോ പറയും. അതല്ലാണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, what are the two forces acting on a body when it is immersed in a liquid? അപ്പൊ ആരെങ്കിലും ഒരാൾ ബോയിങ് ഫോഴ്സ്. അതാണ് ഒരു ബോഡിയിലുള്ള രണ്ട് ഫോഴ്സസ്. ഒരു ബോഡി വെള്ളത്തിൽ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ ലിക്വിഡിൽ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ രണ്ട് ഫോഴ്സസ്, അതാണെന്ന് പഠിച്ചത്. അപ്പൊ അതും നിങ്ങൾ മനസ്സിലാക്കി. പിന്നെ പറഞ്ഞത് എന്താ, some situations in daily life in which you have experienced buoyancy. Apparate two situation parate. Drawing water from well, blade floating on the bottom of the surface of water. Ship floating അല്ലെങ്കിൽ drawing of water from the well. അത് അല്ലെങ്കിൽ എന്താ, ഹൈഡ്രജൻ ബലൂൺ. ഇതിൽ എയറിലെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് എന്താ പറയാ, ഹൈഡ്രജൻ ബലൂൺ റൈസസ് ഇൻ ദ എയർ. അതും നമുക്ക് ഈ ബോയിങ് ഫോഴ്സ് വെച്ചിട്ട് പറയാൻ പറ്റുന്ന ഒരു നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം കണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, നമ്മളെ വെയിറ്റ്, അതായത് എങ്ങനെയാ നമുക്ക് ഹൗ ടു മെഷർ ബോയൻസി, എങ്ങനെയാ ബോയൻസി മെഷർ ചെയ്യാ? വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ മെഷറിംഗ് ബോയൻസി? പറ. Weight in air minus weight in water. So buoyancy is nothing but weight in air minus weight in water. അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാ, അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച്, അതായത് ഒരു 1 Newton വെയിറ്റ് ഉള്ള സ്ലോട്ടഡ് വെയിറ്റിന്റെ എക്സ്പെരിമെന്റ് കഴിഞ്ഞ ക്ലാസ് കാണിച്ച്. എയറിലുള്ള വെയിറ്റ്, ദ വെയിറ്റ് ഓഫ് ദ സ്ലോട്ടഡ് വെയിറ്റ് ഇൻ എയർ ഇസ് 1 Newton ആൻഡ് ദാറ്റ് ഇൻ വാട്ടർ ഇസ് 0.25 Newton. അല്ലെ? 0.25 0.75 ആണോ വാട്ടറിൽ തന്നിട്ടുള്ള? 0.75 അല്ലേ? 0.75. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ച്, നിങ്ങൾ ഈ സ്റ്റോണിന് പകരം ഞാൻ തൽക്കാലം എഴുതാം 1 Newton. നമ്മളിപ്പോ സ്ലോട്ടഡ് വെയിറ്റ് ആണ്, കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പൊ ഇത് സ്ലോട്ടഡ് വെയിറ്റ് ആണ് കഴിഞ്ഞ ക്ലാസ് തന്നിട്ടുള്ളത്. അത് എയറിലുള്ള വെയിറ്റ് അതിന് 1 Newton ആണ്. പിന്നെ നമ്മള് ഇതിലുള്ളത് വാട്ടറിലുള്ള വെയിറ്റ് 0.75 ആണ്. അപ്പൊ നമ്മളോട് അതിന്റെ ലോസ് ഓഫ് വെയിറ്റ് അല്ലെങ്കിൽ ബോയൻസി കാണാൻ പറഞ്ഞു. അപ്പൊ എന്താ, 1 മൈനസ് 0.75, അത് എത്ര കിട്ടിയത് നിങ്ങൾക്ക്? പറ. 0.25 Newton. 0.25 ന്യൂട്ടൺ. നമുക്ക് 0.25 ന്യൂട്ടൺ കിട്ടി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇതിൽ നിന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ, ലോസ് ഓഫ് വെയിറ്റ് ഇസ് ഈക്വൽ ടു ബോയിങ് ഫോഴ്സ്. മനസ്സിലായല്ലോ? സോ വാട്ട് ഇസ് ബോയിങ് ഫോഴ്സ്? ഇറ്റ് ഈസ് ദ ലോസ് ഓഫ് വെയിറ്റ്. ലോസ് ഓഫ് വെയിറ്റ് തന്നെയാണ് ബോയിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് ബോയൻസി. അതിന്റെ എക്സ്പെരിമെന്റ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കഴിഞ്ഞ ക്ലാസ് ചെയ്ത ആ സെയിം എക്സ്പെരിമെന്റ് ഡിഫറെന്റ് ലിക്വിഡ്സിൽ വെച്ച് ചെയ്ത്, ഒന്ന് ലാസ്റ്റ് ക്ലാസ് ചെയ്ത വാട്ടർ തന്നെയാണ്, സെയിം എമൗണ്ട് ലിക്വിഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. വാട്ടറും സെലൈൻ വാട്ടർ എന്ന് പറഞ്ഞാൽ സോൾട്ട് വാട്ടർ, പിന്നെ കെറസിൻ, ഇത് മൂന്നും സെയിം എമൗണ്ട് ലിക്വിഡ് ഒരു ബീക്കറിൽ, ഓരോ ബീക്കറിലും എടുത്ത്, എന്നിട്ട് എന്ത് ചെയ്ത്, ഈ 1 Newton വെയിറ്റ് ഉള്ള സ്ലോട്ടഡ് വെയിറ്റ് ആദ്യം വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് അതിന്റെ വെയിറ്റ് മെഷർ ചെയ്ത്.
So the weight of the slaughtered weight in water. എത്രയാ weight of the slaughtered weight in water എത്രയാ? കഴിഞ്ഞ ദിവസം കണ്ട് എത്രയായിരുന്നു? 0.75. നമുക്ക് ഇത് അതേപോലെ. അപ്പൊ ഞാൻ ചോദിക്കാം നിങ്ങളോട് വെയിറ്റ്, വാട്ട് ഇസ് ദ വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ എയർ, അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് സ്ലോട്ടഡ് വെയിറ്റ് ഇൻ എയർ എത്രയാ? 1 Newton. ഇനി ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ, നിങ്ങളെ കയ്യില് ടെക്സ്റ്റ് ബുക്ക് പുതിയതാണെങ്കിൽ ടെക്സ്റ്റിലെ തന്നെ എഴുതിയാൽ മതി. അല്ല പഴയ ടെക്സ്റ്റ് ആണെങ്കിൽ അത് നോട്ടിലേക്ക് മാറ്റി എഴുതാണ് ഈ ബോക്സ്. അപ്പൊ ഇത് 1 ന്യൂട്ടൺ. ഇനി നമ്മൾ ഇത് ഓരോന്നിൻ്റെതും കണ്ടുപിടിക്കാൻ പോകുന്ന കെറസിനിലുള്ള വെയിറ്റ് എത്രയാ കിട്ടിയ? നിങ്ങൾ ഇന്നലത്തെ ക്ലാസ്സിൽ എത്രയാ പറഞ്ഞ കെറസിനുള്ള വെയിറ്റ്? 0.85 Newton. കെറസിനില് 0.85 ന്യൂട്ടൺ. വാട്ടറിലോ 0.75 Newton. 0.75 ന്യൂട്ടൺ. സെലൈൻ വാട്ടറിലോ 0.45 അല്ലേ? എത്രയാ? 0.45 അല്ലേ പറഞ്ഞ? 0.65 ന്യൂട്ടൺ ആണ് പറഞ്ഞ. 0.65 ന്യൂട്ടൺ. ഇനി നമുക്ക് ലോസ് ഓഫ് വെയിറ്റ് കണ്ടുപിടിക്കണം എല്ലാത്തിന്റെയും. ലോസ് ഓഫ് വെയിറ്റ് തന്നെയാണ് ബോയൻസി, ലോസ് ഓഫ് വെയിറ്റ് ഓഫ് സ്റ്റോൺ ഓർ ബോയൻസി. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നതാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യാ? നമുക്കറിയാം വെയിറ്റ് ഇൻ എയർ 1 ആണ്, അത് കെറസിനിലുള്ള വെയിറ്റ് 0.85 ആണ്. അപ്പൊ 0.85 1 മൈനസ് 0.85 എത്ര കിട്ടുക പറഞ്ഞോ? 0.15 Newton. 0.15 ന്യൂട്ടൺ. 0.15 ന്യൂട്ടൺ കിട്ടി. നെക്സ്റ്റ് വാട്ടറിൽ കണ്ടുപിടിക്കുന്നതാണ്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. വെയിറ്റ് ഇൻ എയർ 1 ആണ്, മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ 0.75. ആൻസർ എത്രയാ? 0.25 Newton. വെരി ഗുഡ്. 0.25 ന്യൂട്ടൺ. നെക്സ്റ്റ് സെലൈൻ വാട്ടർ 1 മൈനസ് 0.65 ന്യൂട്ടൺ. എത്ര കിട്ടുന്നത്? 0.35 ന്യൂട്ടൺ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലിക്വിഡ് അല്ലെ. സോ ബോയൻസി ഡിപ്പെൻഡ്സ് ഓൺ ദ ലിക്വിഡ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് ഒരു കൺക്ലൂഷനിൽ എത്തി. എന്തിനാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ലിക്വിഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ലിക്വിഡിന്റെ എന്തോ ഒരു പ്രോപ്പർട്ടിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സെയിം എമൗണ്ട് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ക്വാണ്ടിറ്റി ഒന്നും ഡിഫറെന്റ് അല്ല. എന്നിട്ട് കൂടെ അതിൽ ഡിഫറൻസ് വരാൻ കാരണം ലിക്വിഡിന്റെ ഏതോ ഒരു പ്രോപ്പർട്ടിക്ക് അനുസരിച്ചിട്ട് ആണ് ഇതില് ബോയൻസി ചേഞ്ച് ആവുന്നത് മനസ്സിലായി. അപ്പൊ നമുക്ക് ഈ ലിക്വിഡിന്റെ ഡെൻസിറ്റി ഡിഫറെന്റ് ആണ്. ഈ 3 ലിക്വിഡിന് 3 ഡെൻസിറ്റി ആണുള്ളത്. ഏറ്റവും കുറവ് കെറസിൻ ആണ് മിനിമം ഡെൻസിറ്റി. ഈ കൂട്ടത്തില് മിനിമം ഡെൻസിറ്റി കെറസിൻ ആണ്. എത്ര ഡെൻസിറ്റി? 810 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ആൻഡ് ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ആൻഡ് ദാറ്റ് ഓഫ് saline water is approximately 1025 kilogram per meter cube. അപ്പൊ ഇതില് more density is for saline water and less density is for kerosene. അപ്പൊ നമുക്ക് ഇതിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഇതില് ഏറ്റവും കൂടുതൽ ബോയൻ ഫോഴ്സ് നമുക്ക് കാണുന്നത് ഏതിലാ ഉള്ളത്? ബോയൻ ഫോഴ്സ് ഇതിൽ ഏറ്റവും വലുത് ഏതാ പറ? 0.15 ആണ്. saline water. So saline water which having high density experiences large buoyant force. മനസ്സിലായില്ലേ? ഡെൻസിറ്റി കൂടിയ saline water ആണ് കൂടുതൽ buoyant force എക്സ്പീരിയൻസ് ചെയ്യുന്നത്. Kerosene which have low density experience small buoyant force. അപ്പൊ ഏറ്റവും കുറഞ്ഞ ഡെൻസിറ്റി ഉള്ള കെറസിന് ഏറ്റവും കുറവ് buoyant ഫോഴ്സും ഏറ്റവും കൂടിയ saline വാട്ടറിന് ഏറ്റവും കൂടുതൽ ബോയിന്റ് ഫോഴ്സും ഉണ്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എത്തിയ കൺക്ലൂഷൻ അതാണ്. അപ്പൊ ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ വിച്ച് ലിക്വിഡ് ഡിഡ് ദ സ്റ്റോൺ അല്ലെങ്കിൽ നമ്മളെ വെയിറ്റ് എക്സ്പീരിയൻസസ് ദ മാക്സിമം ബോയൻസി? ഏത് ലിക്വിഡിലാണ് മാക്സിമം ബോയൻസി ഉള്ളത് പറ? സലൈൻ വാട്ടർ. അപ്പൊ സലൈൻ വാട്ടറിലാണ് മോർ ഡെൻസിറ്റി മോർ ബോയൻസി കിട്ടിയിട്ടുള്ളത്. അടുത്തത് ഇൻ വിച്ച് ലിക്വിഡ് ഡിഡ് ദ സ്റ്റോൺ എക്സ്പീരിയൻസ് ലീസ്റ്റ് ബോയൻസി? ഏതിലാ ലീസ്റ്റ് ബോയൻസി? കെറസിനിലാണ് ലീസ്റ്റ് ബോയൻസി. കെറസിൻ. ആൻഡ് ഈസ് ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇസ് ഹയർ ഓർ ലോവർ ദാൻ ദാറ്റ് ഓഫ് അതർ ലിക്വിഡ്സ്? പറ. കെറസിന്റെ ഡെൻസിറ്റി ഹയർ ആണോ ലോവർ? സോ കെറസിൻ ഡെൻസിറ്റി ഇസ് ലോവർ ദാൻ അതർ. ഡെൻസിറ്റി ഇസ് ലോവർ.
അപ്പൊ ഡെൻസിറ്റി ഇസ് ലോവർ. അപ്പൊ നമുക്ക് ഇതിന്ന് ഒരു കൺക്ലൂഷൻ നമ്മൾ എത്തിയത് ദ ബോയൻസി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്, അതാണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ നോട്ടിൽ ഫസ്റ്റ് എഴുതേണ്ടത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബോയൻസി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ് നോട്ട്ബുക്കിൽ എഴുതേണ്ടത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ബോയൻസി? അപ്പൊ ഫസ്റ്റ് ഫാക്ടർ എന്താണ് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ്. ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എന്ന് എഴുതുക. എന്നിട്ട് അതിന്റെ നേരെ താഴെ എഴുതണം വെൻ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എന്ന് എഴുതിയിട്ട് താഴെ നിങ്ങൾ എഴുതേണ്ട ആസ് ഡെൻസിറ്റി ഇൻക്രീസസ് ബോയൻസി ഓൾസോ ഇൻക്രീസസ് എന്ന് എഴുതണം. മനസ്സിലായില്ലേ? മനസ്സിലായ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബോയൻസി? ദ ആൻസർ ഇസ് the density of the liquid. So below that you have to write when density increases the buoyancy also increases. അപ്പൊ അത് മനസ്സിലായി. ഇനി സെക്കൻഡ് ഫാക്ടർ ആണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. അത് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ, ആൻസർ. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കുക നിങ്ങൾ ആൻസർ കറക്റ്റ് ആണോ. അതിന് ചെറിയൊരു ക്ലൂ ഞാൻ തരാം. അപ്പൊ അടുത്ത ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ പറഞ്ഞ ആൻസർ ഇതിലാന്ന് വരാം. ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ലിക്വിഡ്സ് ഡെൻസിറ്റി ആൻഡ് ബോയൻസി? പറഞ്ഞാട്ടെ, എന്നാ ഇപ്പൊ ഞാൻ പറഞ്ഞ ആൻസർ തന്നെ അത്. What is the relation between density and buoyancy? Buoyancy also increases. As density decreases, buoyancy also decreases. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആ ആൻസർ എഴുതിയാൽ മതി. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതുക, നോട്ടിൽ എഴുതിയിട്ട് 1 പോയിന്റ് ഇട്ടിട്ട് ഇത് മതി, ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എന്ന് മതി. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് എഴുതുക, is there any relation between liquid density and buoyancy? അപ്പൊ yes, as density increases, buoyancy also increases എന്നുള്ള കാര്യം എഴുതും. അടുത്തത് ഡെൻസിറ്റി ഓഫ് എ ലിക്വിഡ് ഇസ് എ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ് ദ ബോയൻസി ഓഫ് ബോഡി ഇൻ ദാറ്റ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കണേ. ഡെൻസിറ്റി ഈസ് എ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ് ദ ബോയൻസി ഓഫ് എ ബോഡി ഇൻ ദ ലിക്വിഡ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇന്ന് ഹോംവർക്ക് തന്നത്. ഡസ് എ ഷിപ്പ് ദാറ്റ് എൻറ്റേഴ്സ് എ ഫ്രഷ് വാട്ടർ ലേക്ക് ഫ്രം ദ ഓഷ്യൻ സിങ്ക് മോർ ഓർ റൈസ് മോർ? അപ്പൊ ഇത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ, ഡെഡ് സീന്റെ കേസ് നിങ്ങൾക്ക് അറിയാം. ഡെഡ് സീല് നമ്മള് മനുഷ്യന്മാര് എന്താ ചെയ്യാ, ഫ്ലോട്ട് ആവുകയോ സിങ്ക് ആവുകയോ? കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്, ലാസ്റ്റ് ഇയർ. ഫ്ലോട്ട് ആവും. That is because of its density. Dead Sea have more saline water, so it has high density. Dead Sea ല് ഭയങ്കര ഉപ്പ് വെള്ളമാണ്. അപ്പൊ അത്രയും ഉപ്പുള്ളത് കൊണ്ട് തന്നെ അത് ഭയങ്കര ഡെൻസർ ആയിരിക്കും, ഡെൻസിറ്റി ഹൈ ആണ്. അപ്പൊ ആരെങ്കിലും അതിലിട്ട് വീണിട്ടുണ്ടെങ്കിൽ അത് അവര് ഫ്ലോട്ട് ചെയ്ത് പോയാ. പക്ഷെങ്കിൽ ഫ്രഷ് വാട്ടറിലോ ഡെൻസിറ്റി ലോ ആണ്, 1000 ഉള്ളൂ ഡെൻസിറ്റി. അപ്പൊ ആ ഫ്രഷ് വാട്ടറിൽ മനുഷ്യന്മാർ പോയിട്ട് വീണ അതിൽ ഇങ്ങനെ പൊന്തി നിൽക്കുമെന്ന് വിചാരിച്ച് പോയി കടന്നിട്ടുണ്ടെങ്കിലോ നേരെ സിങ്ക് ആവുക ചെയ്യാം. ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ആൻസർ ചെയ്യാൻ പറ്റും. ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്ലോട്ട് ആവും, ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ സിങ്ക് ആവും. ഡെൻസിറ്റി കൂടുതൽ ഏതാ? ഡെൻസിറ്റി ഇസ് മോർ ഫോർ ഓഷ്യൻ അല്ലെ? ഡെൻസിറ്റി ഇസ് മോർ ഫോർ ഓഷ്യൻ. ഹിയർ ഡെൻസിറ്റി ഇസ് മോർ ഫോർ ഓഷ്യൻ ബിക്കോസ് ഓഷ്യൻ കണ്ടെയ്ൻസ് സോൾട്ട് വാട്ടർ അല്ലെങ്കിൽ സലൈൻ വാട്ടർ. ഓഷ്യൻ നമുക്കറിയില്ലേ, കടലിലെല്ലാം ഭയങ്കര ഉപ്പ് വെള്ളമായിരിക്കും. അപ്പൊ അവിടെ ഡെൻസിറ്റി ഹൈ ആയിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അടുത്ത എക്സ്പെരിമെന്റ് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഇതാണ്. ഒരു 2 ബ്ലോക്ക് വെച്ചിട്ട് അല്ലെ, നമ്മള് അടുത്ത ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൽ എക്സ്പെരിമെന്റില് 2 ബ്ലോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. സെയിം വെയിറ്റ് ഉള്ള 2 ബ്ലോക്സ്. വൺ ഇസ് അലൂമിനിയം ബ്ലോക്ക് ആൻഡ് സെക്കൻഡ് വൺ ഇസ് അയൺ ബ്ലോക്ക് അല്ലെ. ഇന്നത്തെ എക്സ്പെരിമെന്റ് അതിൽ എടുത്ത ഒരു അലൂമിനിയം ബ്ലോക്കും അയൺ ബ്ലോക്കും അല്ലേ എടുത്തിട്ടില്ല? അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള അയൺ ബ്ലോക്ക് ആൻഡ് കോപ്പർ ബ്ലോക്ക് എന്നോ കൊടുത്തത്. അപ്പൊ നമ്മള് കണ്ട എക്സ്പെരിമെന്റ് വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാം. ഈ കോളം നിങ്ങൾ അങ്ങനെ ഫില്ല് ചെയ്താൽ മതി. അതുകൊണ്ട് ഞാൻ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്, നിങ്ങളും ചേഞ്ച് വരുത്തുക. നമ്മളെ കാണിച്ചതില് അയൺ ബ്ലോക്ക് ആണ് വോളിയം കൂടുതൽ. ആ എക്സ്പെരിമെന്റ് ചെയ്തതില് വിച്ച് ഇസ് ഹാവിംഗ് മോർ വോളിയം, അയൺ ഓർ അലൂമിനിയം? അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചെറിയ അല്ല, ഇതിലല്ല ചോദിച്ചാൽ ഇന്ന് ചെയ്ത എക്സ്പെരിമെന്റിലാണ് ചോദിച്ചത്. ഇന്ന് സാറ് കാണിച്ച എക്സ്പെരിമെന്റില് അലൂമിനിയം ബ്ലോക്കിനാണ് വോളിയം കൂടിയ ബ്ലോക്ക്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇത് അലൂമിനിയം ബ്ലോക്ക്, AL ഇസ് ദ ഷോർട്ട് ഫോം ഫോർ അലൂമിനിയം അല്ലെ, കെമിക്കൽ ഫോം ഫോർ അലൂമിനിയം. അപ്പൊ AL ബ്ലോക്ക് എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ, അലൂമിനിയം ബ്ലോക്ക്. പിന്നെ അയൺ ബ്ലോക്കിന് ചെറിയ വോളിയമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട്
ഇവിടെ ഞാൻ അയേണിന്റെ എന്താ സിമ്പൽ Fe ആണ്. Fe ബ്ലോക്ക് എന്ന് എഴുതിയിട്ടുണ്ട്, അയേൺ ബ്ലോക്ക്. ഇന്ന് കാണിച്ച എക്സ്പെരിമെന്റ് ആണ് നമ്മൾ കണ്ടത്, നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ ഒബ്സർവേഷൻ നമുക്ക് വേണ്ടത്. അപ്പൊ അതേപോലെ ഇവിടെയും ഞാൻ ചെറിയ ചേഞ്ച് വരുത്തുന്നുണ്ട്. ഇവിടെ കോപ്പർ ബ്ലോക്ക് ഇല്ല, നമുക്ക് ആകെ 2 ബ്ലോക്കേ ഉള്ളൂ, അലൂമിനിയം ബ്ലോക്കും അയൺ ബ്ലോക്കും. നമ്മൾ കണ്ട എക്സ്പെരിമെന്റ് ഇതാണ്. നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, വാട്ട് ഇസ് ദ വെയിറ്റ് ഓഫ് അലൂമിനിയം ബ്ലോക്ക് ആൻഡ് അയൺ ബ്ലോക്ക് ഇൻ എയർ? രണ്ടിനും സെയിം വെയിറ്റ് ആണ് അല്ലെ? അതെന്തായിരുന്നു? 0.5. വെരി ഗുഡ്, 0.5 ന്യൂട്ടൺ. സാർ ആ സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ട് രണ്ടിന്റെ എയറിലെ വെയിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. ഇറ്റ് ഈസ് 0.5 ന്യൂട്ടൺ. സോ വി ക്യാൻ റൈറ്റ് ഹിയർ ആസ് 0.5 ന്യൂട്ടൺ ഫോർ അലൂമിനിയം ബ്ലോക്ക് ആൻഡ് ഓൾസോ 0.5 ന്യൂട്ടൺ ഫോർ അയൺ ബ്ലോക്ക്. Now what is the weight in water? രണ്ടും വാട്ടറിൽ തന്നെ ഡിപ്പ് ചെയ്ത സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ട്. So what is the weight in water for aluminum block? പറ. 0.25 Newton. 0.25 Newton for aluminum in water, and for iron, what is the weight in water? 0.45 Newton. 0.45 Newton. Now we can calculate the buoyancy by applying the equation. The buoyancy is weight in air minus weight in water. So what is the buoyancy here? 0.5 minus 0.25, that is equal to 0.25 Newton. So buoyancy for aluminum block which have more volume is 0.25 Newton. And what is the buoyancy for iron block which have less volume? 0.05 Newton. 0.05 Newton. അപ്പം കൂടിയ വോളിയം കൂടുതലുള്ള അലൂമിനിയം ബ്ലോക്കിന് കൂടുതൽ ബോയൻസി കാണുക, വോളിയം കുറഞ്ഞ അയൺ ബ്ലോക്കിന് ലെസ് ബോയൻസിയെ കാണുന്നുള്ളൂ. മനസ്സിലായല്ലോ? സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ ബോയൻസി ഡിപ്പെൻഡ്സ് ഓൺ ദ വോളിയം ഓഫ് ദ ബ്ലോക്ക് അല്ലെങ്കിൽ വോളിയം ഓഫ് ദ സബ്സ്റ്റൻസ്. So the second factor that depends on influence the buoyancy is nothing but volume of the object. Volume of the object. As the volume increases, buoyancy increases. As the volume decreases, buoyancy decreases. Clear alle? Volume കൂടുമ്പോ buoyancy കൂടും, volume കുറയുമ്പോ buoyancy കുറയും. മനസ്സിലായോ? Yes, ma'am. Yes. അടുത്തത് ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, haven't you found out the buoyancy experienced by each block? അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചല്ലേ? യെസ്. Why do they differ? What is the reason for the difference in buoyancy? പറ. Because they have different volume. Because they have different volume അല്ലെ? Volume is different. അപ്പൊ എഴുതിയാൽ മതി, volume is different. അത് എഴുതുക. Next, the mass of the copper and the iron blocks are same because their weights are same. രണ്ടിന്റെ മാസ് സെയിം ആ, വെയിറ്റ് സെയിം ആയതുകൊണ്ട് 0.5 ന്യൂട്ടൺ തന്നെയാണ്. ബട്ട് ആർ ദർ വോളിയം സെയിം? സെയിം ആണോ? No. Their volumes are different. So you might have realized that the buoyancy acting on a body depends on its volume also. അപ്പൊ അതും നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. Buoyancy depends on volume also. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ നേരത്തെ എഴുതി അതേ കാര്യം ഇതിലും എഴുതണം. ആസ് വോളിയം ഇൻക്രീസസ് buoyancy increases, as volume decreases buoyancy decreases. അത് ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും ഇതിൽ തന്നിട്ടില്ല, അത് നിങ്ങൾ എഴുതിക്കോളുക. ഇതേ ക്വസ്റ്റ്യൻ എഴുതി കൊടുത്താൽ മതി. ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ ബോയൻസ്, അതായത് വോളിയം ഓഫ് ദ ഒബ്ജക്ട് ആൻഡ് ബോയൻസി, അതാണ് ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. അപ്പൊ അതിന്റെ ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആൻസർ എഴുതും. ക്ലിയർ അല്ലേ? എഴുതേണ്ട കാര്യമല്ലോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ഏതാണ് ഇപ്പൊ പറഞ്ഞ അടുത്ത ക്വസ്റ്റ്യനാ. ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൽ ചെറിയ ഇതേ ക്വസ്റ്റ്യൻ ഇതിൽ മാറ്റം വരുത്തേണ്ടത് ഇവിടെ മാത്രം. ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ വോളിയം ഓഫ് ദ ഒബ്ജക്ട് ആൻഡ് ബോയൻസി? ഇത് ലിക്വിഡ് ഡെൻസിറ്റി എന്നാ ഉള്ളത്. അത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ വോളിയത്തിന്റെ ക്വസ്റ്റ്യൻ എന്നാ എഴുതേണ്ടത്. ഈസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ഓഫ് ദ ഒബ്ജക്ട് ആൻഡ് ബോയൻസി? ക്ലിയർ ആയാ? Yes, ma'am. Okay. So today we have studied about the factors that influence the buoyancy. The first factor is the density of the liquid, and second factor is the
volume of the substance, volume of the object. So we do some experiment to prove this relation. The first experiment is what? A weight hanger with 1 Newton weight is dipped in 3 equal amount liquid, water, saline water and kerosene. And the weight is different. In each liquid, the weight is found to be different. The weight of the stone in kerosene is 0.85 Newton, water is 0.75 Newton, and also in saline water is 0.65 Newton. So we got the buoyancy as 0.515 Newton, 0.25 Newton and 0.35 Newton. From this table, it is clear that buoyancy is different for each liquid. So we found that buoyancy depends on the density of the liquid. So as the density increases, buoyancy increases. As density decreases, buoyancy decreases. So that is our first observation. Second observation is, and second experiment is, we have taken 2 blocks. One block is aluminum block which having high volume, and the second block is iron block which is having low volume. And we dip this 2 blocks in same water. First we dipped aluminum block in water and measure its weight. So it found to be 0.25 Newton. Then we dipped iron block and found the weight is 0.45 Newton. Both of them having same weight in air. And we found the buoyancy. It is 0.25 Newton for aluminum block and 0.05 Newton for iron block. So from it is, we concluded that buoyancy also depends on the volume of the object. As volume increases, buoyancy increases. So this is our second observation. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇപ്പോൾ 6:30 ആവാനായി. അപ്പോൾ നമുക്ക് നിർത്താം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചോ. ടീച്ചറെ ടേബിൾ 1.1 ഇല്ലേ, പേജ് നമ്പർ 8 ലെ അതിന്റെ ആൻസർ ഇന്ന് ഇതാണോ അല്ല അടുത്ത ഏതാ വരുന്നത്? ടേബിൾ പേജ് നമ്പർ 8 1.1. പറഞ്ഞോ. അതിന്റെ അകത്ത് സ്റ്റോണിന്റെയും പീസ് ഓഫ് മെറ്റലിന്റെയും വെയിറ്റ് ഇൻ എയർ 120 ന്യൂട്ടണും വെയിറ്റ് ഇൻ വാട്ടർ 100 ന്യൂട്ടണും ബോയൻസി 20 ന്യൂട്ടണും ആ വിക്ടേഴ്സിൽ ആൻസർ ആയിട്ട് കാണിച്ചേ. അല്ല, അത് വേറെ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ? ലാസ്റ്റ് തന്ന ക്വസ്റ്റ്യൻ പീസ് ഓഫ് മെറ്റൽ അല്ലാണ്ട് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടില്ലേ? 120 ഹോംവർക്ക്, അതിന്റെ ആൻസർ അല്ലേ അത് തന്നിട്ടില്ല? ഇത് നമുക്ക് അറിയില്ല, നമുക്കിത് എത്രയാന്ന് അറിയില്ല. അതിൽ ക്വസ്റ്റ്യൻ തന്നതിൽ 120 ന്യൂട്ടൺ 100 ന്യൂട്ടൺ ഒരു ക്വസ്റ്റ്യൻ തന്നിന് ഹോംവർക്ക് ആയിട്ട്. അപ്പൊ കറക്റ്റാ, 120 - 100 എത്ര വരിക? 20 ന്യൂട്ടൺ വരും. അപ്പൊ ആ ബോക്സിൽ 120 100 20 എഴുതിയ കുഴപ്പമുണ്ടാ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോ ആ മെറ്റലിന് അത്ര ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, അത് കുഴപ്പമൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ആയിരിക്കല്ലോ ഇത് ഇടാൻ വോയിസ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞേനു, മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആർക്കും ഇന്ന് പ്രശ്നമുണ്ടോ? മൈക്ക് ഓൺ ആവാത്ത പ്രശ്നം? അഭിനന്ദ് ഉണ്ടാ ഇതില്? അഭിനന്ദ് ഇല്ലേ? അഭിനന്ദ് ഇന്ന് മൈക്ക് ഓൺ ആക്കാൻ പറ്റുന്നുണ്ടാ? പറ്റുന്നുണ്ടാ? മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട് അഭിനന്ദിന്? ഹലോ.